ഇന്ന് നടന്ന ഡിഗ്രി പ്രിലിംസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ ആണ്. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതൊക്കെ സംഘടനകളെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരിക്കുന്നത്? ജമാഅത്ത് ഇസ്ലാമിനെയും RSSും ആണ്. അപ്പം ഓപ്ഷൻ ആൻസർ വരുന്നത് എ ആണ്. രണ്ടാമത്തെ ചോദ്യം, ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 താഴെ പറയുന്നവയിൽ ആരാണ് തൂക്കിലേറ്റപ്പെട്ടത്? ആൻസർ ബി ആണ്, രാജ്ഗുരു. മൂന്നാമത്തെ ചോദ്യം, ആരാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, വിഷ്ണു ഡിയോ സായി. നാലാമത്തെ ചോദ്യം, സമീപകാല ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന UN ജനറൽ അസംബ്ലിയെ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത താഴെ കൊടുത്തിട്ടുള്ള രാജ്യങ്ങളിൽ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അഞ്ചാമത്തെ ചോദ്യം, ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്. ആരാണ് ഇത് വാദിച്ചത്? ഓപ്ഷൻസ് ബി ആണ് കറക്റ്റ് ആൻസർ, ഗാന്ധി. ആറാമത്തെ ചോദ്യം, 1604 സാമൂതിരിയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, വാണ്ടർ ഗോഹെൻ. ഏഴാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്? ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത്, നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമിയാണ്. വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. ഇതിൻ്റെ ആൻസർ എന്ന് വരുന്നത് ഡി ആണ്. മുകളിലുള്ളവയെല്ലാം പ്രസ്താവനകൾ ശരിയാണ്. എട്ടാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. മരുതം എന്ന് പറയുന്നത് തണ്ണീർത്തട കൃഷിയാണ്. പാലായി എന്ന് പറയുന്നത് കൊള്ളയടിക്കുന്നു. മുല്ലായി എന്ന് പറയുന്നത് മൃഗസംരക്ഷണം. നെയ്റ്റൽ എന്ന് പറയുന്നത് ഉപ്പ് നിർമ്മാണം. ഇതിൻ്റെ ആൻസർ വരുന്നത് ആൻസർ ബി ആണ്. ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? രാമചന്ദ്ര ഗുഹ. പത്താമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതേത്? പ്രസ്താവനകൾ ഇതൊക്കെയാണ്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതായിരുന്നു റെയിൻ ഓഫ് ടെറർ. ബ്ലഡി സൺഡേ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1688 ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നു. 1949 ചൈനയിൽ ദേശീയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. ഇതിൻ്റെ ആൻസർ വരുന്നത് ആൻസർ ബി ആണ്. 11ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. വടക്കൻ അർദ്ധഗോളത്തിലെ ശീതകാല അറുതികൾക്കും വസന്ത വിഷുവത്തിനും ഇടയിൽ ഭൂമി പെരിഹീലിയൻ ആയിരിക്കുന്ന ദിവസം സംഭവിക്കുന്നു. ജൂലൈ 4 അതിനടുത്തോ ആണ് സൂര്യൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ളത്. വേനൽ മുതൽ ശീതകാലം വരെയുള്ള കാലാനുസൃതമായ മാറ്റം ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ടിൻ്റെ പരിക്രമണ തലത്തിലേക്ക് ചായ്വാണ്. ഇവയിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ആൻസർ ഡി ആണ്. മുകളിലുള്ളവയെല്ലാം ശരിയാണ്. 12ാമത്തെ ചോദ്യം, സമുദ്രത്തിലെ സൂക്ഷ്മ ജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണങ്ങളെക്കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8 പേയ്സ് എന്നു പേരുള്ള ഒരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചു. പേയ്സ് എന്നാൽ പ്ലാങ്ക്ടോൺ എറോസൽ ക്ലോഡ് ഓഷ്യൻ ഇക്കോസിസ്റ്റം എന്നാണ്. ആൻസർ എ ആണ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 13ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. അവശിഷ്ട പാറകൾ മടക്കിക്കളയുന്നത് മൂലമാണ് മടക്കുമലകൾ രൂപപ്പെടുന്നത്. യൂറലുകളും അപ്പലാച്ചിയൻസും പഴയ മടക്ക് പർവ്വതത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. ആൻഡീസും ഹിമാലയവും ഇളം മടക്ക് മലകളുടെ ഉദാഹരണങ്ങളാണ്. ഇവയിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. മുകളിലുള്ളവയെല്ലാം ശരിയാണ്. 14ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള പ്രദേശം താഴെ പറയുന്നവയിൽ ഏതാണ്? ഇന്ത്യയിലെ വലിയ സമതലങ്ങൾ, പശ്ചിമഘട്ടവും പടിഞ്ഞാറൻ തീരസമതലവും, ഹിമാലയൻ പ്രദേശം, പെനിൻസുലാർ പീഠഭൂമിയും കുന്നുകളും. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ബി ആണ് കറക്റ്റ്. 15ാമത്തെ ചോദ്യം, പാമ്പാടുംചോല ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? പാമ്പാടുംചോല ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിലാണ്. ആൻസർ ബി ആണ് കറക്റ്റ്. ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. വരുമാന വർധനവ് മൂലമുണ്ടാകുന്ന സർക്കാരിൻ്റെ ചിലവിലെ മാറ്റങ്ങൾ ആണ് കറക്റ്റ് ആൻസർ.
ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 17ാമത്തെ ചോദ്യം, പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-2024 യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 5.9% കറക്റ്റ് ആൻസർ. 18ാമത്തെ ചോദ്യം, RBIയുടെ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? RBI 6 മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. RBI ഗവർണറാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ. MPC 7 അംഗങ്ങളാണുള്ളത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 19ാമത്തെ ചോദ്യം, GSTയെക്കുറിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് തെറ്റ്? GST കൗൺസിൽ എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉൾപ്പെടുന്നു. പരോക്ഷ നികുതി സംബന്ധിച്ച കൽക്കൽ ടാക്സ് ഫോഴ്സ് ആദ്യമായി ഇന്ത്യയിൽ രാജ്യവ്യാപക GST എന്ന ആശയം മുന്നോട്ട് വെച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് GST കൗൺസിൽ അധ്യക്ഷൻ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 20ാമത്തെ ചോദ്യം, സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് പ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. 21ാമത്തെ ചോദ്യം, ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി ആരാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് സുകാർണോ. 22ാമത്തെ ചോദ്യം, ഈ ക്രാന്തി എന്ന പദം ഡാഷ് എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 23ാമത്തെ ചോദ്യം, സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? പബ്ലിക് സർവീസ് കമ്മീഷനുകൾ ഉപദേശക സ്ഥാപനങ്ങളാണ്. പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ നീക്കം ചെയ്യാൻ കഴിയൂ. കമ്മീഷൻ അംഗത്തിൻ്റെ സേവന കാലാവധി നിശ്ചയിച്ചിട്ടുള്ളതാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാൻ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 24ാമത്തെ ചോദ്യം, എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത്? 2011 ഓപ്ഷൻ ബി ആണ്. ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിലെ രണ്ടാമത്തെ അടിയന്തര പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 1971 താഴെ പറയുന്ന ഇനങ്ങളിൽ ഏതാണ് 7ാം ഷെഡ്യൂളിൻ്റെ കൺകറൻറ്റ് ലിസ്റ്റിലുള്ളത്? ഇതിൽ ഓപ്ഷൻ ഡി ആണ്. സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും. 27ാമത്തെ ചോദ്യം, 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകൾ ഏതാണ്? ആൻസർ വരുന്നത് സി, പൗരത്വം. താഴെ പറയുന്നവയിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലികാവകാശം? 28ാമത്തതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ആർട്ടിക്കിൾ 14. 29ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ്. 30ാമത്തെ ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷൻ? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി. 31ാമത്തെ ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ ഡി ആണ്, പൂന്താനം നമ്പൂതിരിയാണ് കറക്റ്റ് ആൻസർ. 32ാമത്തെ ചോദ്യം, പരമ്പരാഗത നാടോടി നൃത്തമായ ഘൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, രാജസ്ഥാൻ. 33ാമത്തെ ചോദ്യം, 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, മിലാനും കോർട്ടിന ഡി ആംബേസോയും. 34ാമത്തെ ചോദ്യം, ഏത് സാഹിത്യകൃതിയിൽ താഴെ പറയുന്ന വരികൾ അടങ്ങിയിരിക്കുന്നു? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഗീതാഞ്ജലി. 35ാമത്തെ ചോദ്യം, NV കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിനവേയുടെ ഇന്ത്യൻ സാഹിത്യനാമം എന്താണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ശക്തിപുരം. 36ാമത്തെ ചോദ്യം, 1995 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, MT വാസുദേവൻ നായർ. 37ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ ഡി, മണിപ്പൂരാണ് ആൻസർ. 38ാമത്തെ ചോദ്യം, ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമായിരുന്നു? ഓപ്ഷൻ സി ആണ്, ലാൽ ബഹദൂർ ശാസ്ത്രി. 39ാമത്തെ ചോദ്യം,
ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 1955 മെയ് 11. 40ാമത്തെ ചോദ്യം. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ്? ഓപ്ഷൻ എ ആണ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 41ാമത്തെ ചോദ്യം. ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയെ ഡാഷ് എന്ന് വിളിക്കുന്നു? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വാൻ എന്നതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. 42ാമത്തെ ചോദ്യം. IT ആക്ട് നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 2000 നിലവിൽ വന്നത്. 43ാമത്തെ ചോദ്യം. ഡാഷ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്? ഓപ്ഷൻ എ ആണ് വേഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ്. 44ാമത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് സ്കാനർ. 45ാമത്തെ ചോദ്യം. ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ബ്രൗസർ. 46ാമത്തെ ചോദ്യം. സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ഊർജ്ജോൽപാദനം ഡാഷ് വഴിയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അണുസംയോജനം. 47ാമത്തെ ചോദ്യം. COP28 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് നടന്നത്? ഓപ്ഷൻ ഡി ആണ് ദുബായിലാണ്. 48ാമത്തെ ചോദ്യം. ലാർജ് ഹൈഡ്രോൺ ക്ലോറിൻ്റെ LHCയുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കണികാ ഭൗതിക ഗവേഷണം. 49ാമത്തെ ചോദ്യം. സൂര്യൻ്റെ ഉപരിതലത്തിൽ നിന്നും ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന സമയം? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 8.3 മിനിറ്റ്. 50ാമത്തെ ചോദ്യം. ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്നും ഊർജം ലഭിക്കുന്ന പ്രക്രിയ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കോശ ശ്വസനം. അടുത്തത് മാത്സ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ പറഞ്ഞു പോവാം. 51ാമത്തതിൻ്റെ ആൻസർ ബി ആണ്. 52ാമത്തതിൻ്റെ ആൻസർ ഡി ആണ്. 53ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 54ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 55ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 56ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 57ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 58ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 59ൻ്റെ ആൻസർ ബി ആണ്. 60ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 61ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 62ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 63ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 64ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 65ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 66ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 67ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 68ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 69ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 70ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 71ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 72ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 73ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 74ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 75ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 76ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 77ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 78ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 79ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 80ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 81ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 82ൻ്റെ ആൻസർ ഓപ്ഷൻ സി. 83ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. 84ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 85ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 86ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 87ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 88ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 89ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 90ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 91ാമത്തെ ചോദ്യം. നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ പാർട്ട് എന്നതിന് യോജിച്ച മലയാള വിവർത്തനം എഴുതുക എന്നുള്ളതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നമ്മുടെ ഭാഗത്തു നിന്ന് എടുത്ത നടപടി ഉചിതമായി തോന്നുന്നില്ല. 92ാമത്തെ ചോദ്യം. തേൻ എന്നർത്ഥം വരുന്ന പദം എഴുതുക എന്നാണ്. ഓപ്ഷൻ ബി ആണ് മധുപം. 93ാമത്തെ ചോദ്യം. മഞ്ഞ പട്ടുടുത്തവൻ എന്ന് വരുന്ന പദം എഴുതുക. 93ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് പീതാംബരൻ. 94ാമത്തെ ചോദ്യം. ധൃതി എന്ന പദത്തിൻ്റെ അർത്ഥം? മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം ശരിയാണ്. ഉറപ്പ്, സ്ഥൈര്യം, തിടുക്കം, വേഗം. 95ാമത്തെ ചോദ്യം. പിരിച്ചെഴുതുക. കാട്ടിനേൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. കാട്ടി പ്ലസ് ഏൻ. 96ാമത്തതിൻ്റെ ആൻസർ വരുന്നത്
ഓപ്ഷൻ എ ആണ്. ഭാരതീയർ എല്ലാവരും സ്നേഹോദര ഭാവത്തോടു കൂടി വർത്തിക്കണം. 97-ാമത്തതിൻ്റെ ആൻസർ വരുന്നത് ശരിയായ പദം തിരഞ്ഞെടുക്കാനാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ആരോഗ്യ ശരീരം. 98-ാമത്തതിൻ്റെ ചോദ്യം വരുന്നത് പോട്ടെ പ്ലസ് അവൻ ചേർത്തെഴുതാനാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 99-ാമത്തെ ചോദ്യം കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ ഇട്ടേച്ചു പോകാനും വയ്യ എന്നതിന് സമാന സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചൊല്ല്. ഓപ്ഷൻ എ ആണ്. കക്ഷത്തിലിരിക്കുന്നത് വീഴുകയും അരുത്, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം എന്നതാണ് ആൻസർ വരുന്നത്. 100-ാമത്തെ ചോദ്യം എതിർലിംഗം എഴുതാനാണ്. ചെട്ടിച്ചിയുടെ എതിർലിംഗം വരുന്നത് ചെട്ട എന്നാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ.